ദിസ് ഇസ് അർഷ. വെൽക്കം ടു റെൽം ഓഫ് എൻചാൻറ്റഡ് പേജസ്. നിങ്ങൾക്ക് പുസ്തകം വായിച്ചു തുടങ്ങണമെന്നുണ്ടോ? ആൻഡ് നിങ്ങൾ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഞാൻ ഏത് ബുക്കാണ് ആദ്യം വായിച്ചു തുടങ്ങേണ്ടത്? ഇൻ ദാറ്റ് കേസ് ഐ ക്യാൻ ഗിവ് യു എ ഫ്യൂ സജഷൻസ് ഓഫ് ഈസി ടു റീഡ് ബിഗ്നർ ഫ്രണ്ട്ലി ബുക്സ്. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വായിച്ചു തീർക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദീസ് ആർ ഷോർട്ട് ബുക്സ് ടു. അപ്പോൾ നമുക്ക് ആദ്യത്തെ പുസ്തകത്തിലേക്ക് കടന്നാലോ? ആദ്യത്തെ പുസ്തകം 2019 പബ്ലിഷ്ഡ് ആയത്. ഇത് ഈ പുസ്തകത്തിൻ്റെ ഓഥറിൻ്റെ തന്നെ ഡെബ്യൂ നോവലാണ്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ആൻഡ് ദ ബുക്ക് ഇസ് ദ സൈലൻറ്റ് പേഷ്യൻ്റ് ബൈ അലക്സ് മൈക്കലിഡസ്. അപ്പം ഈ പുസ്തകം ആക്ച്വലി വളരെ പോപ്പുലറായി ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ആൻഡ് ഈ പുസ്തകത്തിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സ് അലീഷ ബെറൻസൺ ഒരു ആർട്ടിസ്റ്റാണ്. അലീഷയുടെ ഹസ്ബൻഡ് ഗബ്രിയൽ ഒരു വെൽ നോൺ ആയിട്ടുള്ള ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. ആൻഡ് തിയോ ഒരു ഫോറൻസിക് സൈക്കോ തെറാപ്പിസ്റ്റാണ്. ഈ പുസ്തകത്തിനകത്തെ കഥ നടക്കുന്നത് ലണ്ടനിലാണ്. അലീഷയും ഹസ്ബൻഡും വളരെ ഹാപ്പിലി മാരീഡ് ആയിരുന്നു. അങ്ങനെയിരിക്കെ അലീഷ ഒരു ദിവസം അലീഷയുടെ ഹസ്ബൻഡിനെ കില്ല് ചെയ്യുന്നു. ഷീ ഷോട്ട് എ ഹസ്ബൻഡ്. പക്ഷേ അതിനുശേഷം അലീഷ യാതൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ പല ഇൻട്രോഗേഷൻസും നടന്നു. അലീഷ എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കുന്നത്, അതുപോലെ എന്തുകൊണ്ട് ഹസ്ബൻഡിനെ മർഡർ ചെയ്തു, ഇങ്ങനെ പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അലീഷ അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയിരിക്കെ തിയോ എന്ന് പറയുന്ന ഈ ഫോറൻസിക് സൈക്കോ തെറാപ്പിസ്റ്റിന് അലീഷയുടെ സ്റ്റോറിയിൽ ഫാസിനേറ്റഡ് ആയിട്ട് ഹി വോണ്ടഡ് ടു അൺകവർ ദ ട്രൂത്ത് ബിഹൈൻഡ് അലീഷാസ് സൈലൻസ്. പിന്നീട് തിയോയും അലീഷയും തമ്മിലുണ്ടാകുന്ന കോൺവെർസേഷൻസും അപ്പോൾ അതുവഴി പല സീക്രട്സും റിവീൽഡ് ആകുന്നതും ഒക്കെയാണ് ഈ ഒരു സൈലൻറ്റ് പേഷ്യൻറ്റിൻ്റെ സ്റ്റോറി. അപ്പം ഈ പുസ്തകം ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. പക്ഷേ വളരെ എളുപ്പത്തിലാണിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആസ് ബിഗിനേഴ്സ് നിങ്ങൾക്കൊരു ത്രില്ലറൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ബുക്കാണ് ദ സൈലൻറ്റ് പേഷ്യൻ്റ്. ഇത് ഏകദേശം 350 മറ്റോ ആണ് ഇതിൻ്റെ പേജ് നമ്പർ. ആൻഡ് ഇത് ഞാനൊരു റോഡ് സൈഡിലുള്ളൊരു ഒരു വിൽപ്പനക്കാരൻ്റെ നിന്ന് വാങ്ങിച്ചത്. അപ്പം ആക്ച്വലി ഞാൻ ഈ പുസ്തകം ഒത്തിരി സ്ഥലങ്ങളിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും വായിച്ചു നോക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹം തോന്നിയിട്ടില്ല. പക്ഷേ ഈ ബുക്ക് വെൻഡറിൻ്റെ ആ ഒരു എന്തൂസിയാസം കണ്ടിട്ടാണ് ഓക്കെ ഞാനിതൊരു വട്ടം ട്രൈ ചെയ്യാം എന്ന് ഞാനങ്ങനെ തീരുമാനിക്കുന്നതും ഇത് വാങ്ങിക്കുന്നതും. പക്ഷെ അതൊരു നല്ല ചോയ്സ് തന്നെയായിരുന്നു. ഈ പുസ്തകം വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഓൾസോ ഈ പുസ്തകത്തിനകത്തൂടെ ഇഫക്ട്സ് ഓഫ് ട്രോമ, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത്, പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡൈനാമിക്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്, ഇതൊക്കെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ഇത്തിരി മെൻ്റലി ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയവരാണെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കുക ഈ പുസ്തകം. ദ സൈലൻറ്റ് പേഷ്യൻ്റിൽ അതുപോലെ തന്നെ നല്ല പ്ലോട്ട് ട്വിസ്റ്റുകളും ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് പോയാലോ? രണ്ടാമത്തെ പുസ്തകം 2024 പബ്ലിഷ്ഡായ ഒരു കണ്ടംപററി ഫിക്ഷനാണ്. അപ്പം ഈ പുസ്തകം ഒരു ഇന്ത്യൻ ഓഥറിൻ്റെയാണ്. ദ ബുക്ക് ഇസ് ജോയ് ഇൻ ദ കോഫി സീസൺ ബൈ തിലക് പൊന്നപ്പ. അപ്പം ഈ ജോയ് ഇൻ ദ കോഫി സീസൺ ആക്ച്വലി ഇതിനൊരു ഒന്നാമത്തെ പുസ്തകമുണ്ട്, ജോയ് ഇൻ കൂർഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിത് വാങ്ങിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ജോയ് ഇൻ കൂർഗ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു പുസ്തകം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ രണ്ടാമത്തെ ഈ പുസ്തകം വായിച്ചു നോക്കിയപ്പം എനിക്ക് ആദ്യത്തേത് വായിച്ചു നോക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, അല്ലെങ്കിൽ ആ കഥയിലൊരു ലാഗൊന്നും തോന്നിയില്ല. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ പുസ്തകം. അപ്പം ഈ ജോയ് ഇൻ ദ കോഫി സീസൺ എന്ന് പറയുന്നത് ജോയ് എന്ന് പറയുന്ന കർണാടകയിലെ കൂർഗ് എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്തിലെ ഒരു കോഫി പ്ലാന്റിൻ്റെ കഥയാണ്. അപ്പം ഈ പുസ്തകം നടക്കുന്നത് കോഫി സീസണിലാണ്. അപ്പം ഈ ജോയുടെ അഡ്വെഞ്ചേഴ്സ് ഓഥർ വളരെ നല്ല ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ കഥയിലൂടെ. ആൻഡ് ജോയുടെ കുറേ അൺകൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സും ജോയുടെ കുറേ പിക്യൂലിയർ ആയിട്ടുള്ള ഫ്രണ്ട്സും, അങ്ങനെ ഇവരെല്ലാം കൂടെ പലതരത്തിലുള്ള ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എത്തിപ്പെടുന്നതും അതുവഴി എങ്ങനെയാണ് ഇവർ തടിതപ്പുന്നത് ആ സിറ്റുവേഷൻസ്, ഇതെല്ലാം വളരെ കോമിക്കലായിട്ട് ഓഥർ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു. ആൻഡ് നമുക്കത് നന്നായിട്ട് നമ്മളത് എൻജോയ് ചെയ്യും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ആക്ച്വലി ജോയ് ഇൻ ദ കോഫി സീസൺ. ആൻഡ് ഇപ്പം ആസ് ബിഗിനേഴ്സ് നിങ്ങൾക്കിപ്പം വൊക്കാബുലറി ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പുസ്തകം നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. നല്ല നല്ല കുറേ വാക്കുകളുണ്ട് ഈ പുസ്തകത്തിനകത്ത്. അപ്പം ഈ പുസ്തകത്തിനും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ്. ആൻഡ് വളരെ കുറച്ച് നമ്പർ ഓഫ് പേജസേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ലെസ് ദാൻ 200 പേജസോ മറ്റോ ഉള്ളൂ ഈ പുസ്തകത്തിനകത്ത്. അപ്പം ഈ പുസ്തകം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്.
അതുപോലെ തന്നെ ഈ പുസ്തകത്തിനകത്തൂടെ നമ്മുടെ റൂറൽ പാർട്സ് ഓഫ് ഇന്ത്യയിൽ എങ്ങനെയാണ് ജീവിത രീതി എന്നുള്ള ഒരു പിക്ചറും നമുക്ക് ഓഥർ ഇതിനകത്തൂടെ നമുക്ക് തരുന്നു. ഇപ്പം നിങ്ങൾ നല്ല കോമഡിയും സെറ്റയറും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു പുസ്തകമാണ്. വളരെ അധികം എന്താ പറയുക, നിങ്ങൾ നല്ല എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് ജോയ് ഇൻ ദ കോഫി സീസൺ. മൂന്നാമത്തെ പുസ്തകം 2001 ആദ്യമായിട്ട് പബ്ലിഷ്ഡ് ആയത്. ഈ പുസ്തകത്തിന് ഒത്തിരി അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ആനിമേറ്റഡ് ഫിലിമും ആക്കിയിട്ടുണ്ട്. ഇതൊരു യങ് അഡൽട്ട് ഫിക്ഷനിലും പെടുത്താം, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഫിക്ഷനിലും. ദ ബുക്ക് ഇസ് ദ ബ്രെഡ് വിന്നർ ബൈ ഡെബോറ എല്ലിസ്. ഈ പുസ്തകത്തിനകത്ത് പാർവണ എന്ന് പറയുന്ന ഒരു 11 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണുള്ളത്. ഈ പാർവണ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലാണ് താമസിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ ഭരണം വന്നപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഡിഫിക്കൽട്ടീസാണ് ഈ കഥയിൽ പറയുന്നത്. പാർവണയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സിബ്ലിങ്സിൻ്റെയും കൂടിയാണ് താമസം. ആൻഡ് പാർവണയുടെ അച്ഛനും അമ്മയ്ക്കും വളരെയധികം നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ താലിബാൻ്റെ റൂൾ വന്നപ്പം ഇവർക്ക് ഇവരുടെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ പാർവണയുടെ അച്ഛനും പാർവണയും കൂടെ മാർക്കറ്റിൽ പോയിട്ട് പാർവണയുടെ അച്ഛൻ അവിടെ ഒരു ചെറിയ ജോലി ചെയ്താണ് പാർവണയുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പാർവണയുടെ അച്ഛനെ താലിബാൻ്റെ ആർമി വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ പാർവണയുടെ വീട്ടിൽ വേറെ ആരും ഇല്ല ഇവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. പാർവണ അങ്ങനെ ഒരു ആൺകുട്ടിയായിട്ട് വേഷം കെട്ടി ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ആൺകുട്ടിയായിട്ട് വേഷം കെട്ടി മാർക്കറ്റിൽ ഒരു ചെറിയ ജോലി ചെയ്ത് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കഥയുടെ ഒരു ഉള്ളടക്കം. അതിനോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ ആളുകൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഇതിനകത്തൂടെ ഓഥർ നമുക്ക് ആ ഒരു പിക്ചറും തരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഒരു എന്താ പറയുക, കുറച്ച് നമ്പർ ഓഫ് പേജസേ ഉള്ളൂ. അതുപോലെ തന്നെ എളുപ്പത്തിൽ വായിച്ചു തീർക്കാൻ പറ്റും. ഇത് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പിൽ നിന്നാണിത് വാങ്ങിച്ചത്. ഇതൊരു വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റീഡാണ്. നമുക്കിപ്പം എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുന്നു, അതുപോലെ കറേജിനെ കുറിച്ചൊക്കെ ഒരു പിക്ചർ ഇതിനകത്തൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടും ഇതിനകത്തൂടെ ഓഥർ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു. അതായത് അവരോട് ദേ വെയർ ആസ്ക്ഡ് ടു സ്റ്റേ ഇൻഡോഴ്സ്. അവർക്ക് പുറത്തു പോകാനായിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ പോകാനോ ജോലി ചെയ്യാൻ പോകാനോ ഒന്നും തന്നെ അവർക്ക് അനുവാദമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പിക്ചറും ഓഥർ നമുക്കിതിനകത്തൂടെ തരുന്നു. നാലാമത്തെ പുസ്തകം 1999 ആദ്യമായിട്ട് പബ്ലിഷ്ഡ് ആകുന്നത്. ഇതൊരു ആനിമേറ്റഡ് ഫിലിമൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ പുസ്തകം ഹിസ്റ്റോറിക്കൽ ഫിക്ഷനിൽ പെടുത്താം. ദ ബുക്ക് ഇസ് കെൻസുഗീസ് കിങ്ഡം ബൈ മൈക്കിൾ മോർപുഗോ. ഈ പുസ്തകത്തിനകത്ത് മൈക്കിൾ എന്ന് പറയുന്ന ഒരു യങ് ബോയുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഇതിൻ്റെ കഥ പറയുന്നത്. മൈക്കിളിൻ്റെ പേരൻസ് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തീരുമാനിക്കും. അങ്ങനെ മൈക്കിളും പേരൻസും അവരുടെ ഫാമിലിയിലെ ഒരു ഡോഗും കൂടി ടെഗീസിയു എന്ന് പറയുന്ന ഒരു യാട്ടിൽ ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർ പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. അവിടെ പല സ്ഥലങ്ങൾ അവർ വിസിറ്റ് ചെയ്യുന്നു. ഈവൻ ഓസ്ട്രേലിയയിലുള്ള അവരുടെ റിലേറ്റീവ്സിനെ പോയി കാണുന്നു. ഒരു ദിവസം മൈക്കിള് പേരൻസിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുകയാണ്. ആൻഡ് മൈക്കിള് ഒരു ഐലൻഡിൽ, പസഫിക്കിലുള്ള ഒരു ഐലൻഡിൽ വാഷ്ഡപ്പ് ആവും. അവിടെ വെച്ച് മൈക്കിള് കണ്ടുമുട്ടുന്ന ഒരു എനിഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കെൻസുഗി. അവിടെ പിന്നീട് അങ്ങോട്ട് മൈക്കിളും കെൻസുഗയും തമ്മിലുണ്ടാകുന്ന ആ ഒരു സ്ട്രോങ് ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് ഇതിനകത്തൂടെ ഓഥർ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത്. ഹ്യൂമാനിറ്റി, അതുപോലെ തന്നെ സർവൈവൽ, ഫ്രണ്ട്ഷിപ്പ്, ട്രസ്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ ഓഥർ നമുക്കൊരു പിക്ചർ ഈ പുസ്തകത്തിനകത്തൂടെ തരുന്നു. ഈ പുസ്തകവും വളരെ എളുപ്പത്തിൽ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ്. ഇതിനും വളരെ കുറച്ച് നമ്പർ ഓഫ് പേജസേ ഉള്ളൂ. ആൻഡ് ഈവൻ ഇലസ്ട്രേഷൻസും നിങ്ങൾക്ക് കാണാം ഇതിനകത്ത്. ഈ പുസ്തകം നമുക്ക് ഇതിന് വളരെ സിമ്പിൾ റൈറ്റിംഗ് സ്റ്റൈലാണെങ്കിലും ഇത് വളരെ ഡീപ്ലി ടച്ചിങ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കഥകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. കെൻസുഗീസ് കിങ്ഡം ബൈ മൈക്കിൾ മോർപുഗോ. ലാസ്റ്റ് പുസ്തകം ഒരു നോൺ ഫിക്ഷനാണ്. ഈ പുസ്തകം ഞാൻ വിചാരിച്ചു ആസ് ബിഗിനേഴ്സ് നോൺ ഫിക്ഷൻ ട്രൈ ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വായിച്ച് തീർക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പുസ്തകങ്ങളുണ്ട് നോൺ ഫിക്ഷനിലും, നല്ല നല്ല പുസ്തകങ്ങൾ. ഞാനതിൽ ഒരു പുസ്തകമാണ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദ ബുക്ക് ഇസ് ദ അൽമനാക്ക് ഓഫ് നവൽ രവികാന്ത്. നവൽ രവികാന്ത് ഒരു അമേരിക്കൻ ബേസ്ഡ്
ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബോൺ ആയിട്ട് ഓൺട്രപ്രനറാണ്. അപ്പം നവൽ രവികാന്ത് ഒരു ഓൺട്രപ്രനറുമാണ്, അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്ററും ഫിലോസഫറും ഒക്കെയാണ്. അപ്പം നവൽ രവികാന്തിൻ്റെ ലാസ്റ്റ് 10 years ഓഫ് പ്രാക്ടിക്കൽ വിസ്ഡം ഈ പുസ്തകം എഴുതുന്നതിന് മുന്നേ ഉള്ള, അപ്പം അതിൻ്റെ ഒരു കമ്പൈലേഷൻസ് ആണ് ആക്ച്വലി ഈ പുസ്തകം. ഇത് കമ്പൈൽ ചെയ്തിരിക്കുന്നത് എറിക് ജോർഗൻസനാണ്. അപ്പം ഇതിനകത്തൂടെ നവൽ പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യേണ്ടത്, ഒരു ഹാപ്പി ആൻഡ് ഒരു വെൽത്തി ലൈഫ് എങ്ങനെ നമുക്ക് ലീഡ് ചെയ്യാം. അപ്പോൾ അതിനുള്ള കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സൊക്കെയാണ് ഇതിനകത്തൂടെ നവൽ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത്. ആൻഡ് ഈ പുസ്തകം 2 സെക്ഷൻസായിട്ടാണ് ആക്ച്വലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സെക്ഷൻ യു ക്യാൻ സീ ഹിയർ വെൽത്ത് എന്നുള്ള രീതിയിലും, മറ്റ് രണ്ടാമത്തെ സെക്ഷൻ ഹാപ്പിനെസ് എന്നുള്ള ഒരു സെക്ഷൻ ഹെഡിങ് ആയിട്ടും. അപ്പോൾ ഇതിൻ്റെ കീഴെയും കുറേ സബ് സെക്ഷൻസും ഉണ്ട് ആക്ച്വലി. ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ കുറിച്ച്, അതുപോലെ തന്നെയാണെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ അതായത് എഫക്ട്സ് ഓഫ് ടെക്നോളജി ഇൻ ആ സൊസൈറ്റി, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, അങ്ങനെ ഒത്തിരി ടോപ്പിക്സ് ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വളരെ ഷോർട്ട് കോട്ട്സ് ആൻഡ് പാസേജസ് ആണ് ആക്ച്വലി ഈ പുസ്തകത്തിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ, നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മൊണോട്ടണസ് ആയിട്ട് തോന്നത്തില്ല. അപ്പം ഇതിനും വളരെ ഫ്യൂ പേജസേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഏറ്റവും അറ്റ് ദി എൻഡ് ആക്ച്വലി കുറച്ച് നവലിൻ്റെ തന്നെ ബുക്ക് റെക്കമെൻഡേഷൻസും ഒക്കെ ഇതിനകത്തൂടെ പറയുന്നുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ഇതിനകത്ത് ചില ഏരിയാസിൽ കുറച്ച് റെപ്പറ്റേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്കിത് ആസ് ബിഗിനേഴ്സ് നമുക്കിത് വായിച്ച് നമുക്കൊരു നോൺ ഫിക്ഷൻ, നമുക്ക് എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇതിനകത്തൂടെയും നമുക്ക് ഇൻഫർമേഷൻസ് ആക്ച്വലി ഈ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കും. അപ്പം ഈ പുസ്തകം അങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു റീഡായിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഞാൻ ആക്ച്വലി ഇത് സൈലൻറ്റ് പേഷ്യൻ്റ് വാങ്ങിച്ച ആ ഒരു ബുക്ക് വെൻറ്റിനടുത്തുനിന്ന് തന്നെയാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് നോൺ ഫിക്ഷൻ ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്, ദ ആൽമനാക്ക് ഓഫ് നവൽ രവികാന്ത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സജഷൻസ്. അപ്പം ഈ പുസ്തകങ്ങൾ എല്ലാം, ഇതിൽ ഏതെങ്കിലും ഒരു പുസ്തകമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയുമാണ്. അപ്പം എന്തെങ്കിലും തെറ്റ് ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.